വളരെ ലളിതമാർന്ന പ്രമേയം, അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ സാധാരണത്വം നിറഞ്ഞിട്ടുള്ള മുഹൂർത്തങ്ങൾ, അതിനെ സൂക്ഷ്മമായ ആക്ഷേപഹാസ്യങ്ങളിലൂടെ അവതരിപ്പിക്കുക. അങ്ങനെ ഒരു ബ്ലാക്ക് ഹ്യൂമർ, ഒരു ഇരുണ്ട ഹാസ്യത്തെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇരുണ്ട ഹാസ്യം എന്ന പ്രയോഗത്തിലൂടെ ആ സിനിമയ്ക്ക് വലിയ അത് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയ കലാകാരനാണ് ശ്രീനിവാസൻ. ഒരുപക്ഷെ ഏറ്റവും വലിയ സവിശേഷത, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മാത്രമല്ല ആ നർമ്മം നിറഞ്ഞു നിന്നിരുന്നത്, അത് നിറഞ്ഞു തൂകിയിരുന്നത്. അത് സിനിമയ്ക്ക് പുറത്തുള്ള സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ, അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശ്രീനിവാസൻ പൊതുസമൂഹത്തിൽ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയും ജീവിതവും സമൂഹവും ഒന്നും തമ്മിൽ വേർതിരിവുകളില്ല എന്ന് കാട്ടിത്തന്നിരുന്ന രചനകളായിരുന്നു ശ്രീനിവാസൻ്റെത്. സിനിമയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളും ആ അർത്ഥത്തിൽ സാമൂഹ്യ വിമർശനവും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന നിരീക്ഷണങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ആ നിലയ്ക്ക് വിജയകുമാർ, ശ്രീനിവാസൻ്റെ വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല നമുക്ക് നഷ്ടമെന്ന് പറയാൻ കഴിയുക, ഒരു മികച്ച സാമൂഹിക നിരീക്ഷകനെയും വിമർശകനെ കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്, അല്ലേ? ഉറപ്പായും ജി കെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും കൊണ്ടുള്ള വിലാപയാത്രയ്ക്കൊപ്പം ടൗൺ ഹാളിലേക്ക് പോവുകയാണ്. നമ്മളുടെ വാഹനം അദ്ദേഹത്തിൻ്റെ ആംബുലൻസിന് തൊട്ടു പിന്നിലുണ്ട്. ആംബുലൻസിൽ ചേതനയേട്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന ശ്രീനിവാസൻ അതിൽ അവസാന നിദ്രയിലാണ്. നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ പോലും ഒരുപക്ഷെ ഈ വാർത്ത വരുന്ന സമയത്ത് നമ്മൾ പലതവണ അന്വേഷിക്കുന്നുണ്ട്, ഇത് ശരിയാകുമോ, ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് ശരിയാകരുതേ എന്ന ആഗ്രഹത്തോടെയാണ്, എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഇത് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ നമ്മളുടെ മലയാളിയുടെ ചിന്താ സരണികളെ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അദ്ദേഹം അമ്മാനമാടി എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തെറ്റില്ല. സ്നേഹത്തോടെയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മൾ എത്രയോ തവണ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടൊക്കെ പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഒരു സമയത്ത് അദ്ദേഹം അരാഷ്ട്രീയ കൂട്ടായ്മകളോടൊപ്പം പ്രവർത്തിച്ചു. അത്തരം അരാഷ്ട്രീയ കൂട്ടായ്മകളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തോട് താങ്കളെപ്പോൾ ഒരു രാഷ്ട്രീയ ജീവി ഇത്തരത്തിലുള്ള അരാഷ്ട്രീയ കൂട്ടായ്മകളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.